കോതമംഗലം കോട്ടപ്പടിയിൽ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ വീണ കാട്ടാനയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം തുടരുന്നു. മുട്ടത്തുപാറ സ്വദേശി ബിജുവിൻ്റെ പറമ്പിലുള്ള കിണറ്റിലാണ് കുട്ടിക്കൊമ്പൻ വീണത്. ആനയെ രക്ഷിക്കാനുള്ള വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ശ്രമം പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങളുമായി ചേതൻ സാജനുണ്ട്. ചേതൻ, ഈ മണ്ണുമാന്തി യന്ത്രം അവിടേക്ക് എത്തിക്കാൻ കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറിയോ? ഇപ്പോൾ എങ്ങനെയാണ് അവസ്ഥ? ബിനു, ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മണ്ണുമാന്തി യന്ത്രം എത്തിക്കാനുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി. പക്ഷെ ആ സ്ഥല ഉടമ എതിർപ്പറിയിച്ചതിനെ തുടർന്ന് ഈ സ്ഥല ഉടമയായി ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ, വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ചർച്ച നടത്തുന്നുണ്ട്. ചർച്ചയ്ക്ക് ശേഷം മാത്രമേ ഒരു അന്തിമ തീരുമാനത്തിലേക്ക്, ഈ രക്ഷാപ്രവർത്തന കാര്യത്തിലേക്ക് ഒരു തീരുമാനത്തിലെത്താൻ സാധിക്കും. നിലവിൽ നിലവിൽ മാധ്യമപ്രവർത്തകർക്കും നാട്ടുകാർക്കും അങ്ങോട്ടേക്ക് പ്രവേശനമില്ല. 500 മീറ്റർ മാറി നിന്ന് 500 മീറ്റർ മാറി നിൽക്കണമെന്നാണ് പോലീസ് അധികൃതർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നിലവിൽ അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാനുള്ള സാഹചര്യം നിലവിലില്ല. ഏതായാലും ആന സ്വയം കിണറ്റിൽ നിന്ന് പുറത്തു വരാനുള്ള ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. സമീപമുള്ള കല്ലൊക്കെ ഇടിച്ച് അത് സ്വയം പുറത്തു വരാനുള്ള ശ്രമം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചേതൻ, അതോടൊപ്പം തന്നെ ഈ കിണറ്റിലെ വെള്ളം വറ്റിക്കാനുള്ള ശ്രമം എങ്ങനെ പുരോഗമിക്കുന്നു? അതോടൊപ്പം തന്നെ ആന ഇപ്പോൾ ചേതൻ സൂചിപ്പിച്ചതനുസരിച്ച്, അല്ലെങ്കിൽ ദൃശ്യങ്ങൾ കാണുന്നതനുസരിച്ച് ആന സ്വയം രക്ഷപ്പെടാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട്. അതിൻ്റെ ആ സൈഡിലുള്ള ഭിത്തിയൊക്കെ ഇടിക്കുന്നുണ്ട്. പക്ഷേ ആനയുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? പരിക്കൊക്കെ വരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഈ ആരോഗ്യ വിദഗ്ധർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? 7-8 മണിക്കൂറായി ഇപ്പോൾ ആന അകപ്പെട്ടിട്ട്. സ്വാഭാവികമായും ആനക്ക് നല്ല ആരോഗ്യപരമായി നോക്കുകയാണെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ക്ഷീണമുണ്ട്. അതുപോലെ തന്നെ ഭിത്തിയിലേക്ക് സ്വയം ഇടിക്കുന്നതിനാൽ അതിന്റെ മസ്തകത്തിനും കാലിനും പുറത്തിനുമൊക്കെ പരിക്കേറ്റ സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഈ മയക്കുവെടി വെക്കുന്ന കാര്യങ്ങളിലേക്കൊക്കെ കിടക്കുവാൻ വനം വകുപ്പിന്റെ ആലോചിക്കുന്നത്. പക്ഷേ അതിന് ആദ്യം JCB ഇങ്ങോട്ട് എത്തിച്ചാൽ മാത്രമേ അത്തരം ചില നടപടിക്രമങ്ങളിലേക്കൊക്കെ കടക്കാൻ സാധിക്കൂ. ഒപ്പം തന്നെ ടീം വൈൽഡ് ലൈഫ് ഗാർഡിന്റെ പ്രത്യേക അനുമതിയൊക്കെ ഈ വിഷയത്തിൽ വേണം. ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, പോലീസ് ഉദ്യോഗസ്ഥരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ ഈ സ്ഥലം ഉടമയായി ചർച്ച നടത്തുന്നുണ്ട്. സ്ഥലം ഉടമ തനിക്ക് മാന്യമായ ഒരു നഷ്ടപരിഹാരം വേണം എന്നാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും രക്ഷാപ്രവർത്തനമൊക്കെ ഇവിടെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും അതോടൊപ്പം തന്നെ ഇപ്പോൾ മയക്കുവെടി വയ്ക്കാൻ ഉള്ള ശ്രമം, അതായത് വെള്ളം പൂർണ്ണമായും വറ്റിച്ചതിന് ശേഷമൊക്കെ മയക്കുവെടി വയ്ക്കാൻ കഴിയുകയുള്ളൂ. അതിനുള്ള ശ്രമങ്ങൾ ഏത് തരത്തിൽ പുരോഗമിക്കുന്നു? അതായത് ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ആദ്യഘട്ടമാണ് ഈ കിണറ്റിലെ വെള്ളം വറ്റിക്കുക. ഇതിനായിട്ട് മോട്ടറും പൈപ്പും മറ്റ് സാധന സാമഗ്രികളൊക്കെ ഇവിടെ അധികൃതർ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഈ രക്ഷാപ്രവർത്തനത്തിലേക്ക് കടക്കണമെങ്കിൽ ആദ്യം ഈ സ്ഥല ഉടമയുടെ അനുമതി വേണം. ഇതിനായിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സർക്കാർ തലത്തിലുള്ള നടപടിയും ഈ വൈൽഡ് ലൈഫ് ഗാർഡിന്റെ അടക്കമുള്ള അനുമതിയും വേണം. ഏതായാലും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാനുള്ളത്, നമ്മളെല്ലാവരെയും, മാധ്യമപ്രവർത്തകരെ അതുപോലെ തന്നെ ജനങ്ങളെയും 500 മീറ്റർ മാറ്റി നിർത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഏതായാലും രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേതൻ, ഈ സ്ഥലമുടമയുടെ അനുമതി സംബന്ധിച്ച്, അതായത് 2-3 മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഇത്തരത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആളുകളെ മാറ്റി പാർപ്പിക്കുന്നുണ്ട്. സ്വാഭാവികമായും ആനയെ കരയ്ക്ക് എത്തിച്ചാൽ അത് ആന ചിലപ്പോൾ അക്രമാസക്തനാകാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലമുടമയുടെ അനുമതി സംബന്ധിച്ച് ഇതുവരെ ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞില്ലേ? ഈ സ്ഥല ഉടമയായി ഇപ്പോൾ പോലീസ് അധികൃതർ ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ മാത്രമേ രക്ഷാപ്രവർത്തനത്തിന് ഒരു പ്ലാൻ ഏകദേശം തയ്യാറാക്കാൻ സാധിക്കൂ. ഒപ്പം തന്നെ രക്ഷാപ്രവർത്തനത്തിന്റെ ആദ്യ ഘട്ടമാണ് ഈ കിണറ്റിലെ വെള്ളം വറ്റിക്കുക. കാരണം മയക്കുവെടി വെച്ചാൽ കിണറ്റിൽ വെള്ളം ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ആനക്ക് ശ്വാസം മുട്ടി മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കടക്കാം. ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ആദ്യപടിയായി ഈ കിണറ്റിൽ നിന്ന് വെള്ളമൊക്കെ വറ്റിച്ച് കളയുന്നത്. പക്ഷെ ഇതിലേക്കൊക്കെ കടക്കണമെങ്കിൽ ആദ്യം അന്തിമമായി ഈ സ്ഥലമുടമയുടെ അനുമതി ആവശ്യമാണ്. ഇതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് ഈ അധികൃതരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുന്നത്.